Meet the editors. പോർക്കളം ഒരുങ്ങിയോ എന്നാണ് ചോദ്യം. ഇപ്പോൾ ആവേശകരമായ ഒരു പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ നോക്കിയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത് UDF കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല, വിജയിച്ചാൽ LDF കൊടുക്കുന്ന ആത്മവിശ്വാസവും ചെറുതായിരിക്കില്ല. പോർക്കളം ഒരുങ്ങി എന്ന് മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് പലരെ സംബന്ധിച്ചും. LDF സംബന്ധിച്ചതൊരു അഭിമാന പോരാട്ടമാണ്. UDF സംബന്ധിച്ച് നേരത്തെയുണ്ട് 30 വർഷത്തോളം ഭരിച്ചിരുന്ന മണ്ഡലമാണ്. അപ്പോൾ PV അൻവറാണ് അത് LDF നേടിക്കൊടുത്തത്. അപ്പോൾ PV അൻവറിനെ കൊണ്ട് നേടിയത് PV അൻവറിനാൽ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് LDF സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. PV അൻവറിനും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ നിലയ്ക്ക് അദ്ദേഹം തന്നെ പറയുന്നത് LDF UDF തമ്മിലുള്ള മത്സരമല്ല, പിണറായിയും ജനങ്ങളും തമ്മിലുള്ള മത്സരം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. വേണമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും UDF ഒരു മുദ്രാവാക്യമാകാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കൊരു ആത്മവിശ്വാസം PV അൻവർ അവിടെ കാണിക്കുന്നു. PV അൻവറിൻ്റെ തെരഞ്ഞെടുപ്പിലെ പ്രകടനങ്ങൾ നേരത്തെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായി പറഞ്ഞതുപോലെ നിലമ്പൂർ UDF മണ്ഡലമായിരിക്കുമ്പോൾ PV അൻവർ എന്ന സ്വതന്ത്രനെ ഇറക്കിക്കൊണ്ടാണ് LDF പിടിച്ചെടുത്തത്. അങ്ങനെ പിടിച്ചെടുത്ത മണ്ഡലം ആദ്യം 11,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും 2021 ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഭൂരിപക്ഷമല്ല. പക്ഷേ PV അൻവർ ആ മണ്ഡലത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു MLA ആയിരുന്നു. ആ MLA പറയുന്നു അദ്ദേഹം ആ രാജിവെച്ച ശേഷം ആ മണ്ഡലത്തിന് വേണ്ട കാര്യങ്ങൾ സർക്കാർ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. നാളെ വാർത്താ സമ്മേളനം നടത്തി അതൊക്കെ പറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഒരു കാലത്ത് PV അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങളാൽ മുഖരിതമായിരുന്നല്ലോ കേരളം. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ഓഫീസ്, പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ്, പിണറായി വിജയന് BJPയുമായി RSSുമായുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. അങ്ങനെ ഉന്നയിച്ച വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വലിയ ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് വലിയ പിന്തുണയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിൽ, അതായത് ചേലക്കരയിൽ അദ്ദേഹം സ്ഥാനാർത്ഥി നിർത്തുന്നു. UDFുമായുള്ള ചർച്ചകളിൽ ഒരു ഘട്ടത്തിൽ അത് മുന്നോട്ട് പോകാതെ വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം പിന്തുണയുണ്ട് എന്ന് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു പിന്തുണ കണ്ടിട്ടില്ല. CPMൽ തന്നെ വലിയൊരു വിഭാഗം PV അൻവറിനൊപ്പം ഇറങ്ങി വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിക്കുന്നവർക്ക് ഒരു ഊർജ്ജമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് PV അൻവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പുറത്ത് PV അൻവറിനെ ഒറ്റുകാരനായ യൂദാസായിട്ടാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി വിശേഷിപ്പിച്ചത്. അപ്പോൾ അവരെ സംബന്ധിച്ചും ഒരു വാശിയേറിയ പോരാട്ടമാണ്. ഈ പോരാട്ടം തോറ്റുകൊടുക്കരുത് എന്നുണ്ട്. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ LDF അത്ര അനുകൂലമായ സാഹചര്യമല്ല ഉള്ളത് എന്നുള്ളതാണ്. UDF സംബന്ധിച്ച് UDF കഴിഞ്ഞ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്ന പോലെ തന്നെ ഉള്ളൊരു തയ്യാറെടുപ്പുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെ, മുതിർന്ന നേതാക്കളെ തന്നെ പഞ്ചായത്ത് തിരിച്ച് ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നേറുന്നത്. അവിടുത്തെ ബൂത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ഒക്കെ പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞു. പ്രാഥമിക പ്രവർത്തനം നേരത്തെ തുടങ്ങി. വോട്ടർമാരെ ചേർക്കുന്ന നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ചിട്ടയായ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ അങ്ങ് മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുമോ, K സുധാകരൻ വീണ്ടും വന്ന് എന്തെങ്കിലുമൊക്കെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമോ എന്നറിയില്ല. ഇതിനകം തന്നെ അങ്ങനത്തെയുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ നിലമ്പൂർ എന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ 70% കാടാണ് എന്നുള്ളതാണ്. അപ്പോൾ മലയോര മേഖലയിലെ കർഷകരെ സംബന്ധിച്ചും വന്യമൃഗശല്യങ്ങൾ എത്രത്തോളമുണ്ട്, ആ ശല്യവുമായി ബന്ധപ്പെട്ട സർക്കാർ എടുക്കുന്ന നിസ്സംഗത, അതിന് ഒരു മറുപടി അവിടുത്തെ ജനം നൽകും എന്നുള്ള ആത്മവിശ്വാസം കൂടി പ്രതിപക്ഷം പ്രകടിപ്പിക്കുക. പുതിയ KPCC അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചും വെല്ലുവിളിയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഒരു സെമി ഫൈനലായിട്ടും അതിനെ കാണാം. ഇതുവരെയുള്ള ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് അങ്ങനെ വിലയിരുത്തലാകേണ്ടതില്ല, ഇനി വിലയിരുത്തലല്ല എന്ന് ഞങ്ങൾ പറഞ്ഞാലും അത് വിലയിരുത്തലാകുമല്ലോ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ അങ്ങനെയാണല്ലോ, വാചകങ്ങൾ മാറ്റി മാറ്റി പറയുമ്പോൾ എങ്ങനെയായാലും അതൊരു വിലയിരുത്തലാകുമെന്നുള്ളൊരു തോന്നൽ ഉറപ്പായിട്ടും അങ്ങനെയാകും. അത് ഒരു സെമി ഫൈനലായിട്ട് തന്നെ കാണണം. ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ചാലും M സ്വരാജ് അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നു, 3 മാസത്തോളമായി ക്യാമ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രവർത്തനം ആ നിലയ്ക്ക് അവരും നടത്തുന്നുണ്ടാവും. അൻവർ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അൻവർ നിൽക്കുന്ന മുന്നണിയെ തോൽപ്പിക്കണം എന്നുള്ളൊരു വാശിയായി CPMും കൊണ്ടുവരുന്നുണ്ടാകും. പക്ഷേ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കാം? ഇനിയും ഒരു സ്വതന്ത്രനെ പരീക്ഷിക്കുമോ? ഇനി അപ്പുറത്തുനിന്നും ആരെങ്കിലും വന്നാൽ പാലക്കാട് കണ്ടതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു പരീക്ഷണത്തിന് ശ്രമിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ നോക്കിക്കണ്ടിരുന്നത് ആര്യാടൻ
ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ വലിക്കാമോ എന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിൽ കേട്ടിരുന്നു, നമ്മൾ പുറത്തേക്ക് കേട്ടിരുന്നു. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് പറയുന്നു ഞാൻ ഉറച്ചു നിൽക്കും കോൺഗ്രസിനൊപ്പം എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്ത് ആകുമോ സ്ഥാനാർത്ഥി? എന്നാൽ ജോയ്ഫുള്ളായ വിജയമായിരിക്കുമെന്നൊക്കെ നേതാക്കൾ പറയുമ്പോൾ അത് VS ജോയ് ആയിരിക്കുമോ എന്നുള്ള സംശയം തോന്നുന്നു. VS ജോയ് ആപ്റ്റായ സ്ഥാനാർത്ഥിയാണ് എന്ന് ഇവർ തന്നെ നടത്തിയ ചില സർവേകൾ പറയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന് അനുകൂലമായ ഘടകമായിട്ടുള്ളത്. മാത്രമല്ല DCCകളൊക്കെ പൊളിച്ചു പണിയുമ്പോൾ വളരെ ചുരുക്കം DCCകൾ മാത്രമേ നിലനിർത്താൻ ഉദ്ദേശിച്ചുള്ളൂ. നന്നായി പ്രവർത്തിക്കുന്ന ഒരു DCC കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്കും അദ്ദേഹം അവിടെ സ്വീകാര്യനാണ്. പക്ഷേ പാർട്ടിക്കകത്തെ ചില വിഷയങ്ങൾ, അവിടെ ഒരു പ്രതികൂല സാഹചര്യം, ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ മത്സരിച്ച് തോറ്റിട്ടുള്ളതാണെന്നൊരു സാഹചര്യം കൂടി അവിടെയുണ്ട്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ ഒരു സമയത്ത് തോൽപ്പിച്ച PV അൻവർ ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമോ എന്നുള്ള രാഷ്ട്രീയ കൗതുകമുണ്ട്. അപ്പോൾ ആ നിലത്ത് പല കാര്യങ്ങളാൽ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാവുകയാണ്. ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് ഉത്സവമാണ്. കറക്റ്റ്. പോർക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. ഒട്ടേറെ ചോദ്യങ്ങൾ ഈ പോർക്കളത്തിൽ ബാക്കിയാകുമെന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയാവുന്നു എന്നുള്ളതാണ്. നിലമ്പൂർ തേക്കിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. നിലമ്പൂർ തേക്കിൻ്റെ പ്രത്യേകത ഏറ്റവും കാതലുള്ള തേക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണ് നിലമ്പൂരിലെ തേക്ക്. രാഷ്ട്രീയമായി നോക്കിയാൽ അങ്ങനെ കാതലുള്ള ഒരുപിടി നേതാക്കൾ നിലമ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. 3 നേതാക്കളുടെ പേര് ഞാൻ പറയാം. ഒന്ന് സഖാവ് കുഞ്ഞാലി എന്ന K കുഞ്ഞാലി. ഏറനാട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത്രയുമധികം പോരാട്ടം, ജീവൻ കൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടും പോരാട്ടം നടത്തിയ സഖാവ് കുഞ്ഞാലിയെ പോലെ ഒരു വിപ്ലവ നായകനെ ഏറനാട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കുഞ്ഞാലിയാണ് 1965 ഇതേ ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്നത്. പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്തേണ്ടി വന്നു. 1967 ഇതേ K കുഞ്ഞാലി തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്നതാണ് കണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ 1969 K കുഞ്ഞാലി കൊല ചെയ്യപ്പെടുകയായിരുന്നു. അതിൻ്റെ പേരുദോഷം ഏറെക്കാലം അനുഭവിച്ചത് ഈ ആര്യാടൻ മുഹമ്മദ് തന്നെയാണ്. പ്രതിപട്ടികയിലുണ്ടായിരുന്നു. ഏകദേശം 7-8 മാസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ചു കാലം രാഷ്ട്രീയ വനവാസമായിരുന്നു ആര്യാടൻ മുഹമ്മദിന്. അപ്പോൾ സഖാവ് K കുഞ്ഞാലി അഥവാ സഖാവ് കുഞ്ഞാലി എന്ന K കുഞ്ഞാലി എന്ന കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ചരിത്രമാണ് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യം ചുവപ്പണിഞ്ഞു തുടങ്ങി. പക്ഷെ പിന്നീട് അങ്ങോട്ട് മറ്റൊരു കരുത്തനായ നേതാവ് വരുന്നു. അതാണ് ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദ് വന്നതിന് ശേഷം കളമൊഴിഞ്ഞിട്ടേയില്ല. എത്ര തവണയാണ്? 8 തവണയാണ് 1977 മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട്. അതിൽ ഒരേ ഒരു തവണ മാത്രമാണ് കാലിടറിയത്. അതാർക്കാണ്? വീണ്ടും കരുത്തനായ മറ്റൊരു നേതാവ്. നിലമ്പൂർ തേക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അത് TK ഹംസയാണ്. ഒരുപക്ഷെ ഇടത് സ്വതന്ത്ര പരീക്ഷണത്തിന് തുടക്കം കുറിക്കുന്നത് 1982 TK ഹംസയിലൂടെയാണ്. അന്ന് ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തുന്നത് നേരിയ ഭൂരിപക്ഷമാണ്, 1500 മറ്റോ ഭൂരിപക്ഷമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് ആര്യാടൻ മുഹമ്മദ് അവിടെ കളമൊഴിഞ്ഞിട്ടേയില്ല. ആര്യാടൻ മുഹമ്മദ് തൻ്റേതായിട്ടുള്ളൊരു സാമ്രാജ്യമാണ് നിലമ്പൂരിൽ കെട്ടിപ്പൊക്കിയത്. 2008 വരെ ആ മണ്ഡലത്തിൽ പിന്നീട് ആര്യാടൻ മുഹമ്മദ് നിന്നാൽ നിശ്ചയമായും വിജയിക്കുമെന്ന അവസ്ഥ തന്നെയായിരുന്നു. എത്ര കൊടികെട്ടിയ നേതാക്കൾ വന്ന് മത്സരിച്ചാലും ആര്യാടൻ മുഹമ്മദ് അല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല നിലമ്പൂരിൽ എന്നുള്ളതായിരുന്നു. പക്ഷേ 2008 അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യവും. ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പുനഃക്രമീകരണം നടക്കുന്നത് 2008 2008 ശേഷം നിലമ്പൂർ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മാറി എന്നാണ് എൻ്റെ ടേക്ക്. ഞാനൊരു കണക്ക് പറയാം. 2006 ആര്യാടൻ മുഹമ്മദ് വിജയിക്കുന്നത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 17,070 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ മുഹമ്മദ് വിജയിക്കുന്നത്. വലിയ ഭൂരിപക്ഷമാണ്. അതിന് തൊട്ട് മുമ്പ് 2001 ഉണ്ടായിരുന്നത് 21,620 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആര്യാടൻ മുഹമ്മദിന്. 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് 2006. 2011 ആകുമ്പോഴേക്കും ഭൂരിപക്ഷം നേരെ ഇടിഞ്ഞ് 5,598 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിട്ട് ചുരുങ്ങുന്നു. ഏകദേശം 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്യുന്നത് 2011 ആകുമ്പോഴേക്കും. നോക്കൂ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മളിത് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പഞ്ചായത്ത് പുനഃക്രമീകരണം വരുമ്പോൾ, മണ്ഡല പുനഃക്രമീകരണം വരുമ്പോൾ 3 പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ, എണ്ണം പറഞ്ഞ UDFിൻ്റെ ലീഗിൻ്റെ കോട്ടയായ 3 പഞ്ചായത്തുകൾ ഏറനാട്, വണ്ടൂർ മണ്ഡലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഏറനാട് മണ്ഡലത്തിലേക്ക് പോയ ചാലിയാറും ചോക്കാടും വലിയ ഭൂരിപക്ഷമാണ്. കോൺഗ്രസിൻ്റെയും UDFിൻ്റെ കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടൂരിലുള്ള കാളികാവ് എന്ന് പറയുന്ന പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തും നഷ്ടപ്പെടുന്നു നിലമ്പൂരിന്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊരു പ്രതീതിയാണ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ UDFിന് ഏകപക്ഷീയമായി വിജയം സംഭവിക്കുമെന്നുള്ള ഒരുപക്ഷെ 8 തവണ ആര്യാടൻ മുഹമ്മദിനെ വിജയിപ്പിച്ച ചരിത്രത്തിൽ നിന്ന് 2008 ശേഷം സംഭവം മാറുന്നു. 2011 ആര്യാടൻ മുഹമ്മദ് 5,500 വോട്ടുകൾക്ക് ജയിക്കുന്നു. പക്ഷേ
പക്ഷേ പിന്നീട് 2016 ഇടതു സ്വതന്ത്രനായ ഏറനാട്ടിൽ നിന്ന് വന്ന ഒരു ഇടതു സ്വതന്ത്രനെ PV അൻവറിനെ, ഏറനാട്ട് അദ്ദേഹം നേരത്തെ മത്സരിച്ചു, പരാജയപ്പെട്ടു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. പക്ഷേ CPM PV അൻവറിനെ കൊണ്ടുവരുമ്പോൾ 40-42% വോട്ട് നിലമ്പൂർ മണ്ഡലത്തിലുള്ള CPMന് PV അൻവറിനെ വിജയിപ്പിക്കുന്നു. PV അൻവറിനെ ആദ്യം ആ സ്ഥലത്ത് കൊണ്ടുവരുന്ന സമയത്ത് പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരൊറ്റ താല്പര്യം, മീൻസ് സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യത്തിലാണ് PV അൻവറിനെ അവിടെ മത്സരിപ്പിക്കാൻ ഇറങ്ങിയ നിമിഷം മുതൽ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു. ആര്യാടൻ മുഹമ്മദിന്റെ വാഴ്ച തുടരാനിറങ്ങിയ മകൻ ആര്യാടൻ ഷൗക്കത്തിന് പിഴയ്ക്കുന്നു. 2017 ഭൂരിപക്ഷം എത്രയാ? 11,504 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇടതു സ്വതന്ത്രനായി. നോക്കൂ, കുഞ്ഞാലി കഴിഞ്ഞാൽ ഇടതു സ്വതന്ത്രനായി മത്സരിക്കുന്നതിലെ രണ്ടാമത്തെ ആൾ. കുഞ്ഞാലി പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എന്നാൽ പിന്നീട് TK ഹംസ സ്വതന്ത്രനാവുന്നു. അത് കഴിഞ്ഞാൽ ഇടതുപക്ഷം വിജയിപ്പിക്കുന്ന സ്വതന്ത്രനാണ് PV അൻവർ. 11,000 വോട്ടിന്റെ ഇടതു സ്വതന്ത്രന്മാർക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ വോട്ട് ഇടതു സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടാണ്. കാര്യം കുഞ്ഞാലിക്ക് കിട്ടുന്ന വോട്ട് എനിക്ക് തോന്നുന്നു 10,000 വോട്ടിന്റെ മറ്റേ ഭൂരിപക്ഷമേ സഖാവ് കുഞ്ഞാലിക്ക് പോലും 1965 കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം 2021 നടക്കുന്ന തെരഞ്ഞെടുപ്പിലോ ആ 11,504 വോട്ടിൻ്റെ ഭൂരിപക്ഷം 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിട്ട് കുറയുന്നു. എങ്ങനെ? PV അൻവർ വിരുദ്ധമായിട്ടുള്ള ഒരു തരംഗം ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. അതായത് MLAക്കെതിരായിട്ടുള്ള ശക്തമായ ആൻറ്റി ഇൻകുംബൻസി 2021 ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കടന്നുകൂടുന്നു 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അപ്പോൾ 2008 ശേഷം മണ്ഡലം UDFന്റെ ഏകപക്ഷീയമായ മണ്ഡലം എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമേ അല്ല. ആ പോർക്കളത്തിൽ UDFനും LDFനും ഏകദേശം സമാസമം നിന്ന് മത്സരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. കണക്കുകൾ പ്രകാരം ഒരു സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ അതേസമയം ലോക്സഭയിലേക്ക് വന്നാലോ കണക്കുകൾ അപ്പടി തെറ്റും. ഏകദേശം 65,000 വോട്ടിൻ്റെ അല്ലേ, 65,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ കൊടുക്കുന്നത്. 65,000 വോട്ട്, 29,000 വോട്ടോ മറ്റോ ആണ് സത്യം മൊകേരി പിടിക്കുന്നത്. 95,000 വോട്ടാണ് 95,000 വോട്ടാണ് പ്രിയങ്ക ഗാന്ധി പിടിക്കുന്നത്. അപ്പോൾ 65,000 വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കണക്കല്ലല്ലോ. പക്ഷേ ഇത് ലോക്സഭയിലാണ് ഭൂരിപക്ഷത്തിൽ രണ്ടാം സ്ഥാനമാണ് നിലമ്പൂർ കൊടുക്കുന്നത്. പക്ഷേ ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കണം. പക്ഷേ കടലാസിൽ ഇപ്പോഴും കണക്കുകളിൽ പഞ്ചായത്തുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകെയുള്ള 7 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തും UDFനോടൊപ്പമാണ്. ചുങ്കത്തറ 20 വാർഡുകളിൽ 10 UDFനോടൊപ്പമാണ്. എടക്കരയിൽ 16-ൽ 9 UDFനോടൊപ്പമാണ്. കരുളായിൽ 15-ൽ 8 UDFനോടൊപ്പമാണ്. മൂത്തേടത്ത് 15-ൽ 12 UDFനോടൊപ്പമാണ്. വഴിക്കടവിൽ 23-ൽ 13 UDFനോടൊപ്പമാണ്. ആകെ LDFനുള്ളത് 2 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ്. അത് ഏതൊക്കെയാ പഞ്ചായത്ത്? ഒന്ന് അമരമ്പലവും മറ്റൊന്ന് പോത്തുകല്ലുമാണ്. പിന്നുള്ളത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വ്യക്തമായ ലീഡുണ്ട്. 33-ൽ 23 ഇടങ്ങളിലും നിലവിൽ ഉള്ളത് LDF ആണ്. അപ്പോൾ 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമാണ് LDFന് ലീഡുള്ളത്. ബാക്കിയുള്ള 5 ഇടങ്ങളിലും UDFന് ലീഡുണ്ട്. പക്ഷേ അവിടെ തന്നെ മൂത്തേടത്ത് ടൈറ്റാണ്. മൂത്തേടത്ത് UDFന് വലിയ സ്വാധീനമാണ്. 15-ൽ 12 കൊണ്ട് ഇരിക്കുന്നത് UDF ആണ്. അതൊഴിച്ചു നിർത്തിയാൽ വഴിക്കടവ്, കരുളായി ഈ 2 മണ്ഡലങ്ങളിൽ UDFനും LDFനും ഒരു സമാസമം എന്ന് നമുക്ക് പറയാം. അമരമ്പലത്തും പോത്തുകല്ലിലും LDFന് വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോഴും കടലാസിൻ്റെ കണക്കിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിൽ ഇപ്പോഴും മുൻപിൽ നിൽക്കുന്നത് UDF ആണ്. ലോക്സഭാ കണക്കെടുത്താലും UDF ആണ്. എന്നാൽ നിയമസഭയിലേക്ക് വന്നാൽ 2008 ശേഷം പുനഃക്രമീകരണം നടന്നതിനു ശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ LDFന് കൂടി കടുത്ത മത്സരം കാഴ്ചവെക്കാൻ പറ്റിയൊരു സാഹചര്യമുണ്ട്. വിഷയങ്ങളിലേക്ക് ഞാൻ അടുത്ത റൗണ്ടിൽ വരാം. പല വിഷയങ്ങളും ഈ തവണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി, രണ്ടാമത്തെ ചോദ്യമായി ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് BJPയുടെ സാന്നിധ്യമാണ്. 17,000 വോട്ടാണ് KS സുരേന്ദ്രന് ലോക്സഭയിൽ കിട്ടിയത്. 17,000 വോട്ട്. ശരാശരി 8,000 മുതൽ 10,000 വോട്ടുകൾ വരെ നിയമസഭയിൽ കിട്ടാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് BJPയുടേത്. ഈ വോട്ട് ആർക്ക് പോകും? അതായത് ഭൂരിപക്ഷം 5,000-നും 6,000-നും കഴിഞ്ഞ നമ്മുടെ 2,700 വോട്ടിന് മാത്രമേ ഭൂരിപക്ഷം ഉള്ളൂ എന്ന് ഓർമ്മിക്കണം. 5,500 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ അതിന് മുമ്പ് ഉണ്ടായിരുന്നിട്ടുള്ളൂ എന്ന് ഓർമ്മിക്കണം. 5,000-നും 10,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം നിശ്ചയിക്കുന്ന ഒരു മണ്ഡലത്തിൽ 17,000 വോട്ട് ലോക്സഭയിൽ BJPക്ക് പോൾ ചെയ്തവരുടെ വോട്ട് ആർക്ക് പോകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 10% വരുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ടുകൾ ആർക്ക് പോകുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 43% വരുന്ന മുസ്ലിം പോപ്പുലേഷൻ്റെ വോട്ട് എങ്ങനെയായിരിക്കും? അത് വിഘടിക്കപ്പെടുമോ? PV അൻവറിൻ്റെ സാന്നിധ്യം, ആര്യാടൻ ഷൗക്കത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ലീഗ് വോട്ടുകളെ ഭിന്നിപ്പിക്കുകയോ ഏകീകരിക്കുകയോ ചെയ്യുക? ഏറനാട് PK ബഷീറിന് വളരെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് എനിക്കറിയാം. ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നതെങ്കിൽ, ഇനി VS ജോയിയാണ് മത്സരിക്കുന്നതെങ്കിൽ ആ വോട്ടുകൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമെന്നുള്ളത് അറിയാം. ആര്യാടൻ ഷൗക്കത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നാണ് ഈ ഘട്ടത്തിലും ഞാൻ മനസ്സിലാക്കുന്നത്, ഏറ്റവും ഒടുവിലുള്ള സൂചനകൾ പ്രകാരം. ചുരുക്കത്തിൽ 16% വോട്ട് പിടിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി
പ്രസംഗം വെറുതെയായി എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി അവിടെ നിൽക്കുന്നുണ്ട്. വന്യജീവി വിഷയം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 60-65% വനമേഖല, അവിടെയുള്ള കർഷകരുടെ സാന്നിധ്യം, ഇതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് മാറുക എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചുരുക്കത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് അഗ്നിപരീക്ഷയാണ്, PV അൻവറിന് അഗ്നിപരീക്ഷയാണ്. എന്നാൽ ഇടത് സർക്കാരിനെ സംബന്ധിച്ച് വേണമെങ്കിൽ പരാജയപ്പെട്ടാൽ പറയാം, ഈ മണ്ഡലം UDFിൻ്റെ പരമ്പരാഗതമായ മണ്ഡലം, 2 തവണ LDF സ്വതന്ത്രനെ വെച്ച് പിടിച്ച മണ്ഡലമാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. തൃക്കാക്കരയിൽ പറഞ്ഞതുപോലെ, പാലക്കാട് പറഞ്ഞതുപോലെയല്ല നിലമ്പൂരിലെ കാര്യം. നിലമ്പൂർ LDFിൻ്റെ സ്വതന്ത്രൻ വിജയിച്ച മണ്ഡലമാണ്. അത് കൈവിട്ടു പോകുന്നു എന്നുള്ളത് 2026 തെരഞ്ഞെടുപ്പിന്റെ സൂചനയായി UDF വിലയിരുത്തുകയും ചെയ്യും. അപ്പോൾ കടുത്ത മത്സരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം എന്താകും നിലമ്പൂർ എന്നുള്ളത്. പോർക്കളം ഒരുങ്ങിയോ എന്നാണ് ചോദ്യം. നിലമ്പൂരിൽ പോർക്കളം ഒരുങ്ങിയല്ലോ അല്ലേ? പൊക്കളം ഒരുങ്ങി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ നിലമ്പൂരിലെ പാർട്ടികൾക്ക് ഏത് പാർട്ടിക്ക് അനുകൂലം എന്ന് പറയാനുള്ളൊരു സാഹചര്യം ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ സ്ഥലം എപ്പോഴും ആൾക്കാരെ നോക്കി ഓട്ടിയത്. കാരണം അതൊരു മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ വ്യത്യസ്തം സാധാരണക്കാർ, കർഷകർ, ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ, ഈഴവര സമുദായത്തിൽപ്പെട്ടവർ, ക്രിസ്ത്യൻ സമുദായം, അങ്ങനെ വലിയ രീതിയിൽ വലിയ ബഹളങ്ങളില്ലാതെ, വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളില്ലാതെ സ്വസ്ഥമായ രീതിയിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ശൈലിയോടുകൂടി ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് നിലമ്പൂരിലെ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ടാണ് ഈ ആര്യാട് മുഹമ്മദൊക്കെ ഇത്രയും കാലങ്ങളോളം അവിടെ നിൽക്കാൻ കാരണം. അതിനകത്ത് വേറെ തന്നെ അവിടെ കൃഷി ചെയ്യുന്നവരും കർഷകരും എല്ലാം കുടിയേറ്റ കർഷകരാണ്. ഈ കോട്ടയത്തിൻ്റെ ഭാഗത്തു നിന്നും പത്തനംതിട്ടയുടെ ഭാഗത്തു നിന്നും ഇടുക്കിയുടെ ഭാഗത്തു നിന്നും പോയ സാധാരണക്കാരെ കുടിയേറ്റ കർഷകർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്ലഡിൽ ഒരു പരിധിവരെ കോൺഗ്രസ്സുകാരുള്ളത് കൊണ്ടാണ്. അപ്പം അന്ന് ആര്യാട് മുഹമ്മദ് എടുത്ത ഒരു നിലപാടെന്ന് പറയുന്നത് ലീഗിനെ തള്ളിക്കൊണ്ട് എന്ത് ചെയ്യും, കോൺഗ്രസ്സിനെ ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി ഒരു സംവിധാനം നടത്തി അവിടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ ലീഗ് പറയുന്നതല്ല, ഞങ്ങൾ പറയുന്നത് ലീഗ് കേട്ടാൽ മതി എന്നുള്ളൊരു നിലപാടായിരുന്നു ആര്യാട് മുഹമ്മദ് ആ കാലത്ത് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ കാലത്ത് ആര്യാട് മുഹമ്മദിന് ലീഗിനോടും പിന്നെ അതുപോലെ തന്നെ ഈ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇടതുപക്ഷത്തോടും ശക്തമായ രീതിയിൽ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് വലിയൊരു പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ സമയത്ത് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഒരു 4-5 ടേമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലീഗ് അവിടെ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ആണോ അവിടെ വലുത്, ലീഗാണോ വലുത്? പക്ഷേ ലീഗും കോൺഗ്രസിനോടൊപ്പം തന്നെ ശക്തി പ്രാപിച്ച ഒരു പാർട്ടിയായി നിലമ്പൂർ മണ്ഡലത്തിൽ വന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആര്യാട് ഷൗക്കത്തിൻ്റെ തോൽവിയിൽ ഒക്കെ ലീഗിൻ്റെ പ്രാദേശിക നേതാക്കന്മാരുടെ, ഞാൻ പറയില്ല, പ്രാദേശിക അണികളുടെ ശക്തമായ ഒരു നീക്കം ഉണ്ടാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അന്ന് പുറത്തുനിന്ന് വന്ന ആളാണ് അത്. ഈ പറഞ്ഞാണ് ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ മണ്ഡലത്തിലേക്ക് വരികയും വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ തിരിച്ചു പോവുകയും ചെയ്യുന്ന ആളാണ് PV അൻവർ എന്ന് പറഞ്ഞതാണ്. മനസ്സിലായോ? അപ്പോൾ അന്ന് പറയുന്നത് PV അൻവർ പറഞ്ഞത്, ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ കഴിക്കോളും ഊരിക്കൊണ്ടാണ് ഞാൻ തിരിച്ചു പോവുക എന്ന് പറഞ്ഞ ആളാണ് PV അൻവർ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവിടെ ലീഗിൻ്റെ സാധാരണക്കിടയിലുള്ള അണികൾ എന്ത് വിചാരിക്കും? ഞാൻ വിചാരിക്കുന്നില്ല. ലീഗിൻ്റെ നേതാക്കന്മാർ ഇപ്പം PK ബഷീർ ആയാലും കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും വഹാബ് ആണെങ്കിലും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് എതിർപ്പുണ്ട്. പക്ഷേ അണികളെ സംബന്ധിച്ചിടത്തോളം അവർ വർഷങ്ങളായിട്ട് കോൺഗ്രസിനോട് പോരാടിക്കൊണ്ടിരുന്നതാണ് അവിടുത്തെ ലീഗിൻ്റെ അണികൾ. അപ്പോൾ എത്ര രീതിയിൽ ഈ പറയുന്ന ആര്യാട് ഷൗക്കത്തിനെ ഉൾക്കൊള്ളും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. അതുമാത്രമല്ല PV അൻവറിൻ്റെ കൂടെയുള്ളവരെല്ലാവരും, ഞാനിപ്പോൾ PV അൻവറെ അനുനയിപ്പിച്ച് ശരി നിങ്ങളിനി കൈകാര്യം ചെയ്യേണ്ട, ഇനി അൻവർ ഷൗക്കത്ത് മത്സരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അൻവറെ എന്ത് ചെയ്യാൻ അന്വയിപ്പിക്കാൻ പറ്റുമായിരിക്കും. കാരണം അവർ UDFിൻ്റെ ഭാഗമാക്കി അവർ നല്ല അക്കോമഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അൻവറിൻ്റെ കൂടെയുള്ള അൻവറിൻ്റെ അണികളും സംവിധാനങ്ങളും അവരുടെ വലിയ ഫാമിലിയാണ് അൻവറിൻ്റെ നിലമ്പൂർ എന്ന് പറയുന്നത്. ആ വലിയ വലിയ ഫാമിലിയുള്ള ആൾക്കാർക്ക് എത്ര ശതമാനം ഷൗക്കത്തിന് വേണ്ടി പണിയെടുക്കാൻ ഇറങ്ങുന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമുണ്ട്. അപ്പം അങ്ങനെ ഷൗക്കത്തിൻ്റെ ഭാഗത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ജോയിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ജോയിൻ്റെ ഭാഗത്ത് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ആരാണ് അതിന് ഈ പറയുന്ന ആര്യാട് ഷൗക്കത്തിനെ അന്വയിപ്പിക്കുക എന്ന് പറയുന്ന പ്രശ്നം മാത്രമേ ജോയിൻ്റെ ഭാഗത്തുള്ളൂ. വേറെ ഒരു പ്രശ്നങ്ങൾ അവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആണെങ്കിലും മുസ്ലിം സമുദായത്തിൻ്റെ ആണെങ്കിലും ലീഗിൻ്റെ ആണെങ്കിലും ഒരു മലയോര മേഖല. കാരണം ജോയിൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ്, ജോയിൻ്റെ മണ്ഡലമാണ്, ആദ്യമായിട്ട് മത്സരിക്കുകയാണ്, ചെറുപ്പക്കാരാണ്, അങ്ങനെയുള്ള കുറേ അനുകൂല ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ സർവേകളിലെല്ലാം ജോയിക്ക് അനുകൂലമായിട്ടൊരു നിലപാട് അവിടെ വരാൻ കാരണം. അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ജോയിനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ ഒരാളെ മാത്രം അനുനയിപ്പിച്ചാൽ മതി. അത് ആര്യാട് ഷൗക്കത്തിനെ മാത്രമാണ്. ജനങ്ങളെ അനുനയിപ്പിക്കാനോ അൻവറിനെ അനുനയിപ്പിക്കാനോ
അനുനയിപ്പിക്കാനോ ലീഗുകാരെ അനുനയിപ്പിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പം ഈ കാര്യത്തിനകത്ത് കോൺഗ്രസ് ഏത് നിലപാടെടുക്കും എന്നുള്ളതനുസരിച്ചിട്ട് വേണ്ടി വരും കോൺഗ്രസിൻ്റെ വിജയപരാജയം നിശ്ചയിക്കാൻ. ഞാൻ പറയാം വിജയിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്താണ്, ഒരു ഗംഭീര വിജയം ശരി നിലമ്പൂർ ഉണ്ടായാൽ മാത്രമേ പിണറായിക്കെതിരെയുള്ള ഒരു അറ്റാക്കായി ആ സംവിധാനത്തിന് മാറൂ എന്നുള്ളതാണ്. ഈ ഞാൻ എനിക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ പിണറായി വിജയനാണോ ആര്യാടൻ ഷൗക്കത്താണോ ശത്രു എന്ന് ചിലപ്പോൾ പി വി അൻവറോട് ചോദിച്ചാൽ പി വി അൻവറിന് ചിലപ്പോൾ മറുപടി പെട്ടെന്ന് പറയാൻ പറ്റിയത് വരില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് UDFൻ്റെ സംവിധാനത്തിലെടുക്കുന്ന തീരുമാനം ഏത് ചെകുത്താലും ജയിക്കുമെന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ പറയുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് പോലെ ഇരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ ആരുടെ MLA ആയിരുന്നു ഉണ്ടായിരുന്നത്? അവിടെ LDFൻ്റെ MLA ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ LDFൻ്റെ MLA ആകുമ്പോൾ LDFൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഒരു MLA ഉണ്ടായിരിക്കുകയും ആ സിറ്റിംഗ് സീറ്റ് MLA രാജിവെച്ച് UDFൻ്റെ ഭാഗമാവുകയും ചെയ്തുകൊണ്ടാണ് ഭരണത്തിൽ. അപ്പോൾ അവിടെ ഒട്ടും വോട്ടിംഗ് ഷെയർ ഇല്ലാത്ത സ്ഥലമല്ല LDFനെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഏകദേശം ഒരു 10,000-15,000 വോട്ടിംഗ് ഷെയറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആ വോട്ടിംഗ് ഷെയർ പിടിക്കാൻ പറ്റിയ ഒരു അവിടുത്തെ ഫേസുള്ള ജനങ്ങളുടെ മുമ്പിൽ നല്ല ആൾക്കാരായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈറ്റ് കൊടുക്കാൻ LDFന് കഴിയും എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ BJPൻ്റെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഈ 15,000 വോട്ട് എവിടെ പോകും? ഈ 15,000 എവിടെയും ഒരു സ്ഥലത്ത് പോകണമല്ലോ, ഒന്നല്ലെങ്കിൽ അടുത്ത വർഷത്തെ എടുത്ത് പോകണം. അതിലാണ് ഞാൻ പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസംഗം പ്രസക്തമാകുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അവിടെ പോയിട്ട് അവരോടെന്താ പറയുന്നത്? അപ്പോൾ ആ പറയുന്ന ശൈലി ഏത് പാർട്ടിക്ക് ബെനിഫിറ്റ് ആവും? അത് ഞാൻ വിചാരിക്കുന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ BJP സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ BJPയുടെ ഈ വാർത്ത വന്നതിന് ശേഷം ഞാൻ ഈ പറ്റിയ BJPൻ്റെ ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാക്കുന്നില്ല അന്നേരം ആലോചിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് BJPയുടെ കാങ്കളത്ത് അറിയോ, നിങ്ങളെ തഴഞ്ഞു പൂർണ്ണമായി, അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥിനെ കൊണ്ടുവരുന്നു എന്നുള്ളത്. അതും ആർക്കാ ദോഷം ചെയ്യുക? അതും ദോഷം ചെയ്യുന്നത് UDFനാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ അത്ര സിമ്പിളായ ഏരിയ ആയിട്ട് നിലമ്പൂരിനെ കാണണ്ട. ശക്തമായ മത്സരം ഉണ്ടാകും. ഒറ്റ കാര്യത്തിൽ ഓർത്തു ആരാണ് സ്ഥാനാർത്ഥി. വേറൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണ്, ഇവർക്ക് PV അൻവർ സ്ഥാനാർത്ഥി, ഏറ്റവും ശരിക്കും പറഞ്ഞാൽ PV അൻവർ സ്ഥാനാർത്ഥി കൊടുത്തിട്ട് പിണറായി വിജയന് ശക്തമായ മത്സരം നടത്തുകയാണ് വേണ്ടത്. അത് നടത്താനുള്ള തൻ്റെ ഇടം ആർക്കില്ല ഈ പറഞ്ഞു. കാരണം സിറ്റിംഗ് സീറ്റ് ആരതാ? ഇവർ ഘടകകക്ഷിയാക്കിയല്ലോ, UDFൻ്റെ ഭാഗമാക്കിയല്ലോ. അല്ല സഹകരണം ആക്കിയല്ലോ. അല്ല ഞാൻ പറയുന്നത് ഘടകകക്ഷി പോലെയാണല്ലോ ഉണ്ടാവും. അപ്പം ഘടകകക്ഷിയാക്കൂ അല്ല തീരുമാനം ഉടനെ തന്നെ എങ്ങനെയാണ്? അല്ല ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ ഘടകകക്ഷിയാക്കാതെ ഇനി അല്ല. അപ്പം അങ്ങനെ ഉണ്ടായാൽ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനെതിരെ ശക്തമായ മത്സരം കാണിക്കാൻ അൻവറിന് അത്രയും പറ്റിയ ആളുണ്ടോ? കാരണം ഇവരിപ്പോൾ ശരിക്കും എഴുതി വെക്കേണ്ടതെന്ന് അറിയോ? PV അൻവർ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് ബോർഡ് വെക്കേണ്ട സമയമായി. കാരണം അദ്ദേഹമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ ആ സംവിധാനത്തിൽ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 30 വർഷമായി കോൺഗ്രസിന്റെ സ്ഥലമായത് തൃണമൂൽ കോൺഗ്രസിന് കൊടുക്കുമോ? അപ്പോൾ അതിനൊന്നും ഇവർ നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് തീരുമാനിച്ചതിന് ആരാണ് ആ മുഖം ആരാണ് എന്നുള്ളത് തീരുമാനിച്ചിരിക്കും. ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിയിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷവും കുറച്ചൊരു ആശയക്കുഴപ്പത്തിലാണോ എന്ന് നമ്മളൊന്ന് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ല ഇതുവരെ ആയില്ലല്ലോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്താൽ ഉടൻ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഇപ്പോൾ മിണ്ടാട്ടമില്ല. സ്വരാജൊക്കെ 3 മാസമായിട്ടൊക്കെ ക്യാമ്പ് ചെയ്യുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് എത്താൻ നിലമ്പൂരിൽ മറ്റന്നാൾ CPIM സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരാൻ പോവുകയാണ്. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണ്? അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ PV അൻവർ പറയുന്ന ജോയ്ഫുൾ വിക്ടറിക്ക് വേണ്ടി ജോയിയെ കൊണ്ടുവരണോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എന്നൊക്കെ ഡോക്ടർ അരുൺ എങ്ങനെയാണ് ഉറപ്പിച്ചത്, അല്ലെങ്കിൽ മാഡം ഒക്കെ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഉറപ്പിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആര്യാടൻ ഷൗക്കത്താണ് എന്നുള്ളൊരു പ്രഖ്യാപനം എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ UDFന്റെ ഭാഗത്തു നിന്നോ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഞായറാഴ്ച ശരി, ഞായറാഴ്ച അവധിയാണ് പാർട്ടികൾക്ക് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അവധിയാ. ശരി, BJP ആണല്ലോ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട്. മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആയതുകൊണ്ട് BJP കുറിച്ച് പറയണം. പിന്നെ താങ്കൾക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും BJPയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇവിടെ PV അൻവറിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തോറ്റാലും PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതുകൊണ്ട് അൻവറിന് എന്തെങ്കിലും കപ്പാസിറ്റി ഉണ്ടോ, അൻവറിന് ആ മണ്ഡലത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ ഞാൻ എന്തായാലും കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തൃണമൂലിന്റെ എല്ലാ നിലപാടും ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനർ ലയിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് ഘടകകക്ഷിയാക്കാത്തത്. അല്ലെങ്കിൽ ആ ഘടകകക്ഷി പ്രഖ്യാപനമൊക്കെ ഇതിനേക്കാൾ ചെറിയ പാർട്ടികളെയൊക്കെ ഘടകകക്ഷികളാക്കിയൊക്കെ കൂടെ കൂട്ടിയിട്ടാണ്. പ്രവാസി പാർട്ടിയൊക്കെ വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിലൊക്കെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ മാത്രം
അൻവറിനെ കൂട്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. ഇങ്ങനെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നത് പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ തൃണമൂലമായിട്ടൊന്നും ചേർന്ന് പോകാൻ പറ്റാത്ത തരത്തിൽ നിലപാടുകൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഹൈക്കമാൻഡ് നിങ്ങൾ സംസ്ഥാനത്ത് തീരുമാനമെടുത്തോളൂ എന്ന് പറയുമ്പോഴും അവിടെ അതിനൊരു ചില സർട്ടൺ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ ഈ ആസ്ട്രിസ്ക് സിംബൽ ഇട്ടുകൊണ്ട് ചെറിയ അക്ഷരത്തിൽ എഴുതി പരസ്യത്തിലൊക്കെ കാണിക്കില്ലേ, അതുപോലെ തന്നെ ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അൻവറിന്റെ കാര്യത്തിൽ എപ്പോഴേ പ്രഖ്യാപനം നടത്തിയേനെ. അപ്പോൾ അൻവർ വന്നാലും ഇവിടെ ഈ നിലമ്പൂരിലെ PV പോര്, നേരത്തെ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായി പറയുകയാണെങ്കിൽ PV പോരാണ്. പിണറായി വിജയൻ എന്ന PVയും PV അൻവറും തമ്മിലുള്ള പോര് തന്നെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ എന്നാണ് ഞാൻ കരുതുന്നത്. 25 ദിവസം പ്രചാരണം കൊണ്ട്, നേരത്തെ തന്നെ പ്രചാരണം എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്, 25 ദിവസത്തെ പ്രചാരണം കൊണ്ടൊന്നും BJPക്ക് അവിടെ ഒരു അത്ഭുതവും കാണിക്കാനില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം അവർ സ്ഥാനാർത്ഥി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ആ പാർട്ടിയുടെ അധ്യക്ഷനൊക്കെ പ്രഖ്യാപിക്കട്ടെ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്കിവിടെ ഇരുന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അതിൻ്റെ ഒരു വസ്തുത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ഒരു സെക്കൻഡ് ഈ രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് ആയതിനു ശേഷം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ജില്ലകളും പുനഃക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ നേതാക്കന്മാർക്കും ചാർജ് കൊടുത്തു, എല്ലാ സ്ഥലങ്ങളും പോയി ചാർജ് പുനഃക്രമീകരിക്കാൻ. അതിനിടയ്ക്ക് ഈ ഇലക്ഷന് വേണ്ടി പണിക്ക് പോയി ഇതൊട്ട് കിട്ടൂല, മറ്റു അടുത്ത ഇലക്ഷനിൽ പോകും കൂടെ ചെയ്യും. അതുകൊണ്ടാണ് അവർ ഈ മെയിനായിട്ട് ഈ തീരുമാനിക്കാനുള്ള കാരണം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പോൾ ഈ നിലമ്പൂരിലാണ് ആദ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പിന് BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ ഇരിക്കുന്നത് എന്നൊന്നും കരുതണ്ട. ഇതിനു മുൻപും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ എടുത്തിട്ടുണ്ട്. ഏർക്കാട് 2023 ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല, ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈറോഡ് ഈസ്റ്റ് നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റുകളാണ് കേട്ടോ, മത്സരിക്കാത്ത സീറ്റല്ല. അപ്പോൾ ഈറോഡ് ഈസ്റ്റിലും പാർട്ടിക്കൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് സാർ. ഈ സാറിൻ്റെ പുച്ഛവും പരിഹാസമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും. ഇതുപോലെ പുച്ഛിച്ച് ഒരുപാട് പേരെ നമ്മൾ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കണ്ടത്, അവരൊക്കെ ഇപ്പോൾ വീട്ടിലാണ്. അപ്പോൾ ഈറോഡ് ഈസ്റ്റിലും ഏർക്കാടും ഒക്കെ BJP ഇതുപോലെ സ്ഥാനാർത്ഥിയെ നിർത്താതെ ഇരുന്നിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ. എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ കാര്യമല്ലേ? എന്റെ പൊന്ന ഡോക്ടർ അരുൺ, ഈ നിങ്ങൾ ഈ BJP യെ കുറിച്ച് ഇങ്ങനെ ഇത്രയും ആശങ്കപ്പെടുന്നത് എന്തിനാണ്? ആ പാർട്ടി ഇവിടെ എല്ലാ ജില്ലയിലും ഓരോ സീറ്റ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയാ? BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് PV അൻവറിനെയും അതുപോലെ തന്നെ UDF-നെയും ഒക്കെ പെട്ടെന്ന് അങ്ങ് തോൽപ്പിച്ച് അത്രയും വോട്ട് എന്തായാലും BJP പിടിക്കുമല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അങ്ങ് എളുപ്പമായി. അതാണ് മനസ്സിലാക്കുന്നത്. UDF-ന് വോട്ട് കൊടുക്കുമെന്നുള്ളതല്ല, നിങ്ങൾ അങ്ങ് പെട്ടെന്ന് കരുതുന്ന ഒരു തന്ത്രം അതാണല്ലോ. കാരണം BJPയുടേതായ വോട്ടുകൾ അതിപ്പോൾ താങ്കൾ തന്നെ നേരത്തെ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ NDAക്ക് അവിടെ പരമാവധി കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രന് വയനാട് ലോക്സഭയിൽ കിട്ടിയ 17,520 വോട്ടുകളാണ്. ഇലക്ഷൻ ആയപ്പോൾ നവ്യ ഹരിദാസ് വന്നപ്പോൾ അത് 13,550. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എല്ലാ കണക്കും താങ്കൾ പറയുകയാണെങ്കിൽ ശരി, ഏതെങ്കിലും ഒരു കണക്ക് പറയാനൊന്ന് അവസരം തരുമോ? എല്ലാ കണക്കും ഞാനാണ് ഇവിടുത്തെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥി ഇല്ലല്ലോ ആലോചിച്ചോണ്ട് പറഞ്ഞു. സ്ഥാനാർത്ഥി അങ്ങനെയാണെങ്കിൽ താങ്കളുടെ താങ്കളുടെ അല്ല, LDF-ഉം പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലല്ലോ. സംസ്ഥാന സമിതി കൂടാൻ പോകുന്നേ ഉള്ളൂ. ആ സംസ്ഥാന സമിതി കൂടിയിട്ടില്ലല്ലോ. താങ്കൾ പറയുന്നത് കേട്ടാൽ ഇവിടെ ഇപ്പോൾ LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥികളെല്ലാം വന്ന് അവരുടെ പടമൊക്കെ വെച്ച് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് പ്രചാരണം തുടങ്ങി. രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ട് മുന്നണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി മാറി ഈ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളാണ്. വിജയിച്ചിട്ടുള്ളവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തപ്പോൾ ഇതുവരെ അവിടെ 17,520 കൂടുതൽ വോട്ട് പോലും കിട്ടിയിട്ടില്ലാത്ത ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എവിടെ എന്ന് പറഞ്ഞ് ഇത്രയും ആശങ്കപ്പെടുന്നത് എന്തിനാണ്? അത് സ്നേഹം കൊണ്ടൊന്നുമല്ല എന്നുള്ളത് കേട്ടിരിക്കുന്നത് നന്നായിട്ട് അറിയാം. ഇത്രയ്ക്ക് താങ്കൾ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? അത് ആ പാർട്ടിയുടെ കാര്യമല്ലേ, ആ പാർട്ടിയുടെ കാര്യം അവർ നോക്കിക്കോളും. അപ്പോൾ അതേക്കുറിച്ച് ആശങ്കപ്പെടാതെ LDF-ന്റെ സ്ഥാനാർത്ഥി ആരാകും? ഷെറോണ റോയി എന്നൊക്കെ കേൾക്കുന്നു. അതോ ഇനി സ്വരാജ് 3 മാസമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, ഇനി സ്വരാജ് തന്നെ വന്ന് മത്സരിക്കുമോ? PV അൻവറിനാൽ പരാജയപ്പെടാനാണോ സ്വരാജ് വന്ന് മത്സരിക്കാൻ പോകുന്നത്? ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ താങ്കൾ ചിന്തിച്ച് വ്യാകുലപ്പെടൂ. അല്ലാതെ BJP കുറിച്ചും BJPയുടെ സ്ഥാനാർത്ഥി വരാത്തതിനെ കുറിച്ച് ആകുലപ്പെടും സുജയ. അതെ, 17,000 വോട്ട് അത് K. സുരേന്ദ്രൻ മത്സരിച്ചുകൊണ്ട് എന്തായാലും K. സുരേന്ദ്രൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊന്നും വരുന്നില്ല. അപ്പോൾ ഇനി നിയമസഭ മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടാണല്ലോ, ലോക്സഭയിലെ അതേ വോട്ട് ഷെയർ ഒന്നും അല്ലല്ലോ ഓരോ പാർട്ടിക്ക് കിട്ടുന്നത്. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ലോക്സഭയിലെ വോട്ട് 95,043 അത്രയൊന്നും ആര് മത്സരിച്ചാലും, ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാലും VS ജോയ് മത്സരിച്ചാലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുപോലെ തന്നെ LDF-ന് വോട്ട് എന്തായാലും 29,911 കുറയാനും പോകുന്നില്ല. അപ്പോൾ ലോക്സഭയിൽ K. സുരേന്ദ്രന് കിട്ടിയ അത്രയും വോട്ട് അവിടെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുകയാണെന്നൊക്കെ താങ്കൾ കരുതാതെ, ആ വോട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. 2011 4,425 ഉണ്ടായിരുന്നുള്ളൂ, 2021 8,595 ഉള്ളൂ നിയമസഭയിലും ലോക്സഭയിലും രണ്ടും കണക്ക് വ്യത്യാസം. 10,000 ഒക്കെ കടന്നിട്ടുണ്ട്. 2016 12,284 ആയിട്ടുണ്ട്. PV അൻവർ മത്സരിച്ച് ജയിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ 12,284 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2021
2021 ആകുമ്പോഴേക്കും അത് 2595 താഴുകയാണ്. അപ്പോൾ BJPയുടെ ഒരു വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു 15000 വോട്ടിരിക്കുകയാണ്. അത് UDF പോകുമോ LDF പോകുമോ എന്നുള്ള ആശങ്കയ്ക്കൊക്കെ സമയം ഇനി കിടക്കുന്നല്ലേ ഉള്ളൂ. ആദ്യം സ്ഥാനാർത്ഥിയെ നിങ്ങളൊന്ന് പ്രഖ്യാപിക്കുക. LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളെയൊക്കെ ഒന്ന് കാണാൻ എനിക്കും കൊതിയാവുന്നു. ആരെയും ഇതുവരെ പ്രഖ്യാപിക്കുന്നില്ല. ഞായറാഴ്ച അവധിയാണ് എന്ന് പറഞ്ഞത് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ആ സ്ഥാനാർത്ഥിയൊക്കെ ഒന്നാകട്ടെ, എന്നിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആശങ്കപ്പെട്ടാൽ മതി. അല്ല, അതാണ് എന്റെ അത്ഭുതം. അതാണ് സുജയ അങ്ങനെ പറഞ്ഞു നിർത്തുന്ന സമയത്തുള്ള ചോദ്യം ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെങ്കിൽ BJPയുടെ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 9,000 ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ അരുൺ, ചർച്ച എന്താ? ഡോക്ടർ അരുൺ, കോർ കമ്മിറ്റിയിലെ ചർച്ച ആ പാർട്ടിയുടെ കോർ കമ്മിറ്റിയിലെ ചോദിക്കുന്നു, മത്സരിക്കുമോ? പക്ഷേ അദ്ദേഹം പരസ്യമായി പറഞ്ഞ ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഫോക്കസ് എന്നാണ് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഫോക്കസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മത്സരം നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലും മുനിസിപ്പൽ നഗരസഭയിൽ ഒരു സീറ്റ് അതൊന്നും പ്രശ്നമില്ല. അവിടുത്തെ എന്തായാലും BJP ഒന്നും ജയിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ BJP അവിടെ നിലമ്പൂരിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നതെന്ന് വെച്ച് ഇനി അങ്ങോട്ട് ഒരു കാലവും പോകുന്നില്ല എന്നൊന്നും എന്റെ ചോദ്യമല്ല. ആ 8000 വോട്ട് UDF പോകുമോ LDF പോകുമോ? ഇതാണ് ചോദ്യം. അത് BJPയുടെ വോട്ട് അവർക്ക് നോട്ടക്ക് ചെയ്യാലോ, അല്ലാതെ LDF അത് BJPയിലെ ആളുകൾ വന്ന് നോട്ടയ്ക്ക് വോട്ട് ചെയ്യും. നോട്ടയ്ക്ക് ഇവരാരും വേണ്ട എന്ന് പറഞ്ഞ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യും. രണ്ടും കൊള്ളില്ല, ഇന്ത്യ മുന്നണി കൊള്ളില്ല എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അപ്പൊ അതുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ നിർത്താൻ ഭയന്ന് നോട്ടയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറയാം. ഗതികേടാണ് സുജയ ഇത്. അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള നോക്കൂ. BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് ശേഷം കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കാത്തതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്നില്ല. മത്സരിക്ക് തോക്കാനാണെങ്കിലും മത്സരിക്കും. ഭയക്കല്ലേ, പേടിക്കല്ലേ ഇങ്ങനെ സുജയ. പേടിച്ചത് എവിടെ പോയി? എന്തായാലും വോട്ടേ ഉള്ളൂ, അവിടെ മത്സരിക്കുന്നില്ല. താങ്കൾക്ക് ധൈര്യോടെ നമുക്ക് അവിടെയുള്ള വോട്ടർമാര് ഈ താമരയിൽ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുക. താമരയിൽ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വോട്ടർമാരുണ്ട് നിലമ്പൂരിൽ. താങ്കൾക്ക് ഇത്രയ്ക്ക് പറഞ്ഞോട്ടെ, ഈ ഡോക്ടർ അരുൺ ഇത്രയ്ക്ക് മത്സരിക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ താങ്കൾ LDFനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ട. പക്ഷേ അവിടെ BJPക്ക് വോട്ട് ചെയ്ത 8000 ആളുകൾ താമരയ്ക്ക് പകരം ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം പറയൂ. താങ്കളുടെ മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ താങ്കൾക്ക് ചെയ്തെന്ന്. അത് വേണ്ട, എനിക്ക് അങ്ങനെ BJPയുടെ വോട്ട് നിലവിൽ വേണ്ട, ആവശ്യമില്ല. BJPയുടെ വോട്ട് നമ്മളൊരു സുരക്ഷിതമായ അകലം പാലിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ BJPയുടെ വോട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഡോക്ടർ അരുൺ, അവിടെ BJP സ്ഥാനാർത്ഥി നിർത്തില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ പറഞ്ഞോ? പറഞ്ഞതൊറ്റ കാര്യമുള്ളൂ. മത്സരിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഫോക്കസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾ LDFനോട് ചോദിക്കും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നൊരു ചോദ്യമില്ലല്ലോ. LDFനോട് ഇതൊരു ദേശീയ പാർട്ടിയല്ലേ. ഒരു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെ പേടിക്കാതിരിക്കും സുജയ. അതെ, പേടിയൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഈ ചർച്ച കഴിയുമ്പോൾ മിക്കവാറും BJP സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഡോക്ടർ ഇതുവരെ ഒരു ഉത്തരം പോലും തരുന്നില്ല. സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്ന ചോദ്യത്തിന് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നോ ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറാണെന്നോ പറയുന്നില്ല. അംഗം വെട്ടി വന്നവരല്ലേ, ധൈര്യം കാണിക്ക്. ധൈര്യമൊക്കെ കാണിച്ച് 56 ഇഞ്ചിലെങ്കിലും 25 ഇഞ്ച് ഇപ്പൊ 3-ാം ഊഴമാണ് ഭരിക്കുന്നത്. താങ്കളുടെ പാർട്ടി എന്നിട്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റാത്തത്. താങ്കളുടെ പാർട്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ താങ്കളുടെ പാർട്ടിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ മറ്റന്നാൾ ആവണം. അതായത് ചൊവ്വാഴ്ച നല്ല ദിവസം CPM-ന് ഉപതെരഞ്ഞെടുപ്പ് നോക്ക്. സംസ്ഥാന സമിതി ആ പാർട്ടി കേഡർ പാർട്ടിയല്ലേ. ആ കേഡർ പാർട്ടി നിങ്ങളെ തീരുമാനിക്കുന്ന പോലെ തീരുമാനിക്കാൻ പറ്റൂ? ആ പാർട്ടി എങ്ങനെയാ തീരുമാനിക്കുന്നത്? എങ്ങനെയാ തീരുമാനിക്കുന്നത്? ആ പാർട്ടി തീരുമാനിക്കുന്നത് ജില്ലാ കമ്മിറ്റി കൂടി എങ്ങനെയാണോ മണ്ഡലത്തിൽ പോയത് ജില്ലാ കമ്മിറ്റിന് ശേഷം സംസ്ഥാന സമിതിയിൽ തീരുമാനം പാർട്ടിയാണ് BJP എന്ന്. ഇന്ന് കോർ കമ്മിറ്റിയിലെ ചർച്ച എന്തായിരുന്നു അറിയാമോ? നമുക്ക് സ്ഥാനാർത്ഥി നിർത്തേണ്ടതെന്നുള്ളതാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയല്ലേ, എല്ലാവരും റിപ്പോർട്ട് ചെയ്ത വാർത്തയല്ലേ. അപ്പൊ BJP സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്താണ് അതിലെ പ്രശ്നം. അത്രേ ഉള്ളൂ. അതേ ഞാൻ സൂചിപ്പിച്ചത്. ആ പൊളിറ്റിക്കൽ വോട്ട് ആർക്ക് അത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൗതുകമുള്ള കാര്യമായിരിക്കും. ഈ ചർച്ചയെങ്കിലും കണ്ടുകൊണ്ട് BJP സ്ഥാനാർത്ഥി നിർത്തിയാൽ മതിയായിരുന്നു. ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് BJP സ്ഥാനാർത്ഥി അങ്ങനൊന്നുമല്ല. എത്ര വോട്ട് കിട്ടുമെന്ന് നമുക്കറിയാലോ. കെ സുരേന്ദ്രന് കിട്ടിയ 17,000 വോട്ടിന്റെ പകുതിയെങ്കിലും കിട്ടുമെന്ന്. ആയിക്കോട്ടെ, അപ്പൊ കിട്ടില്ല താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ലോക്സഭയിൽ കിട്ടിയ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായാലും CPM-നായാലും കിട്ടിയ ചരിത്രമില്ലല്ലോ. അത് വേണ്ട കാര്യമില്ലേ. പക്ഷെ അത് BJP വോട്ടല്ലേ, പൊളിറ്റിക്കൽ വോട്ടല്ലേ. കെ സുരേന്ദ്രന് പോയ വോട്ട് പൊളിറ്റിക്കൽ വോട്ടല്ലേ. കെ സുരേന്ദ്രനോടുള്ള ഇഷ്ടം മാത്രമാണോ? ആ പൊളിറ്റിക്കൽ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളതാ ചോദ്യം. അത് ആ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയപരാജയം നിശ്ചയിക്കാൻ പര്യാപ്തമാണ്.
അതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ആ ഗാന്ധിക്ക് പോയ അന്തർധാര political ആരുമായിട്ടാണ്? vote അല്ല ഡോക്ടർ അരുൺ, അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് മറിച്ച് ചെയ്ത ഇടതുപക്ഷത്തിന്റെ വോട്ടൊക്കെ തിരിച്ചു വരുമോ? മറിച്ച് ചെയ്തു അല്ലെങ്കിൽ 95,000 പൊളിറ്റിക്കൽ വോട്ട് അത്രയല്ലോ അവിടെ ഉള്ളത്. പൊളിറ്റിക്കൽ വോട്ട് അത്രയില്ല. CPI അല്ലേ അവിടെ സ്ഥാനാർത്ഥി നിർത്തിയത്? അങ്ങനെ അത് ഇതിനൊരു തുടർച്ച CPI എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലങ്ങളൊക്കെ അങ്ങനെ ഒഴിവാക്കുമോ എന്നുള്ള അതാണ് ഇതിൽ ഇതിന് വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിലെ അടവ് തന്ത്രമാണോ BJP-യുടേത്? ഏത് പാർട്ടിയുമായി ഏത് മുന്നണിയുമായി അടവ് തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്? നിലമ്പൂരിൽ അതിന്റെ തുടക്കമാണോ? നിലമ്പൂർ പരീക്ഷണമാണോ എന്നുള്ളതാണ് ചോദ്യം. താങ്കൾ ഇങ്ങനെ കാടടച്ച് ഇല്ലാത്ത കഥകൾ അഭ്യൂഹങ്ങൾ പറഞ്ഞ് എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? ഒരു സ്ഥാനാർത്ഥി നിർത്തിയ ആ അഭ്യൂഹങ്ങൾ അവസാനിക്കുക. താങ്കൾ എന്തിനാണ് BJP കുറിച്ച് ഇത്രയും വറീഡ് ആവുന്നത്? താങ്കൾ എനിക്ക് വറീഡാണ്. താമരയിൽ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന മനുഷ്യരെ നിരാശപ്പെടുത്തരുത്. താങ്കളുടെ മണ്ഡലത്തിൽ എന്തായാലും BJP സ്ഥാനാർത്ഥി നിരാശപ്പെടുത്തരുത്. താങ്കൾക്ക് ചെയ്യാം. പോർക്കളം ഒരുങ്ങിയോ എന്നാണ് ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.